പണികാളിയിലെ കയ്യിനൊരു മുറി വന്നു. ശനി കണ്ടക ശനി കൊണ്ടേ പോകുന്നല്ലേ, ശനിയുടെ അപഹാരം. അതൊക്കെ കഴിഞ്ഞ് അത് മാറി. കയ്യിൻ്റെ മുറിയൊക്കെ ഉണങ്ങി. അതിൻ്റെ ഇടയിൽ പെങ്ങളെ ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറശ്ശിനിക്കടവ് പോയി. പറശ്ശിനിക്കടവിൽ അളിയനും ഞാനും പെങ്ങളും അമ്മയും ഒരു 2 പിള്ളേരും എല്ലാരും കൂടെ പോയി. വന്ന് ഒരു വർക്കിന് പോയി. അതോട് കൂടിയിട്ട് തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്തു. തൊണ്ടവേദനയൊക്കെ കൂടി കഫക്കെട്ടായി, ജലദോഷമായി. മൊത്തത്തിൽ സീൻ വളരെ കോൺട്രയായി. പക്ഷെ ഒരു ഗുളിക ഞാൻ കുടിച്ചില്ല കേട്ടോ, ഒരു ഗുളിക ഞാൻ കുടിച്ചില്ല. അപ്പൊ വീഡിയോ കാണുന്നവരെ വിശ്വസിപ്പിക്കേണ്ടതല്ല, ദിസ് ഈസ് പ്രാക്ടിക്കൽ. ഈ വക സംഭവങ്ങളൊക്കെ വരാണ്ടായ കാരണം നല്ല വൃത്തിയിൽ നമുക്കറിയാം. കയ്യിന് മുറി ഉണ്ടാവാനുള്ള കാരണം എന്താ? മടാളിട്ട് വെട്ടുമ്പോ ഒന്നും കൂടെ ശ്രദ്ധിക്കണേ, അതുകൊണ്ടാണ്. പിന്നെ ഈ ജലദോഷവും ഈ തൊണ്ടവേദനയും ഇതൊക്കെ വരാൻ കാരണം എന്താ? പ്രാക്ടിക്കലായിട്ട് എൻ്റെ അടുത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. ഒന്ന്, നല്ല നട്ടുച്ചയ്ക്ക് മുഴുപ്പിലങ്ങാട് ബീച്ചിൽ കുറെ സമയം ചെലവാക്കി, നല്ല നട്ടുച്ചയ്ക്ക്. അപ്പൊ വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ തലക്ക് കൊടുത്തില്ല. ഒരു തൊപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും നല്ല ജലദോഷവും കാര്യങ്ങളും ഇവിടുന്ന് പോകുമ്പോഴേ ഉണ്ട്. അപ്പൊ കാറിന്റെ ഉള്ളിൽ അടച്ചു കൂട്ടിയിട്ടും തുറന്നിട്ടും ഒക്കെ ആയിട്ട് അണുക്കളെ സമ്പർക്കം ഉണ്ടാവും. പിന്നെ ഞാനൊരു ഫുഡിന്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു തേൻ കുപ്പി വാങ്ങിയിരുന്നു. തേൻ കഴിച്ചു നോക്കുമ്പോ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു ഒറിജിനൽ തേനല്ല. പക്ഷെ എന്നെ കഴിച്ചു കിട്ടോ, തേനല്ല. തേനിന്ന് 2-3 ഐറ്റം തേൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് തേനീച്ച പൂക്കളിൽ നിന്നും ശേഖരിക്കുന്ന തേനും, അല്ലാതെ ശർക്കര ഉരുക്കിയിട്ട് വെച്ചുകൊടുക്കും ഈ തേനീച്ച കൂട്ടിൽ. എന്നിട്ട് തേനീച്ച ശർക്കര ഉരുക്കിയതെടുത്ത് അവരുടെ കൂട്ടിലുണ്ടാക്കി അത് പിഴിഞ്ഞുണ്ടാക്കുന്ന തേനുണ്ട്. അപ്പൊ അത് പിഴിഞ്ഞുണ്ടാക്കിയിട്ട് പിന്നെ അതൊന്നും കൂടെ ലാഭം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ചേർക്കണം. നല്ല തേനീച്ച കർഷകരുണ്ട്. അതെന്താ സംഭവം, എൻ്റെ ആ ടേസ്റ്റ് കിട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സാധനം ഒറിജിനൽ അല്ല. അങ്ങനെ അതൊരു കാര്യം. പിന്നെ വർക്കിന് പോയ സ്ഥലത്തുനിന്ന് ഞാനൊരു സോഡ കുടിച്ചു. ക്ലബ് സോഡ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ഇത് വരുന്നുണ്ടല്ലോ, അത് നല്ല തണുത്തിട്ടാ കുടിക്കുന്നത്. അപ്പൊ അതില് കാർബണേറ്റഡ് ആണല്ലോ. ഒക്കെ കൂടെ വന്നപ്പോ ബോഡിക്ക് പറ്റിയില്ല. ആത്മാവ് ഒരു ഭാഗം, ബോഡി വേറൊരു ഭാഗം. ആത്മാവിന് കർമ്മങ്ങൾ നല്ലതായാൽ ആത്മാവ് സമ്പൂർണ്ണവും. ബോഡി അതേപോലെ തന്നെ, നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി അതിന് വേണ്ട സഹയോഗം തരും. പനിയായിട്ടും ജലദോഷമായിട്ടും എന്താ പറയുക, വലിയ വലിയ അസുഖങ്ങളായിട്ടൊക്കെ വരാൻ കാരണം എന്താ? നമ്മള് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോ ശിവബാബ പറഞ്ഞ എന്താ? കർമ്മക്കണക്ക്. അത്ര തന്നെ ഇപ്പൊ എന്റെ കാര്യം പറയാനുള്ള കർമ്മക്കണക്ക്. 2 ദിവസം കയ്യിന് വെട്ടുപിടിഞ്ഞതും ഇതൊക്കെ കൂടിയിട്ട് കണ്ടക ശനിയാണ്. ശനിയുടെ അപഹാരം തന്നെയാണ്. പക്ഷെ ശനിയുടെ അപഹാരം തന്നെയല്ല, ശനി എപ്പോഴേ വരുള്ളൂ. അത് നമ്മുടെ കർമ്മത്തിന്റെ ഗതിക്കനുസരിച്ച് വരുള്ളൂ. അല്പം കിടന്നിട്ടുണ്ടേ, നല്ല രസമാണ് കേട്ടോ. അസുഖം വന്നിട്ട് അത് മാറുന്നവരെ നമ്മളതിനെ കറക്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അതിപ്പോ അലോപ്പതി ആയാലും ആയുർവേദം ആയാലും നാച്ചുറോപ്പതി ആയാലും ഏത് രീതിയിൽ അതിനെ ക്ലിയർ ആക്കാൻ നോക്കിയാലും അതിൻ്റെ ഒരു
ഭാഗമാവലാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ അലോപ്പതി കഴിക്കണവനാണെങ്കിൽ നേരെ ഡോക്ടറെ അടുത്ത് പോവുക, ഡോക്ടർ പറഞ്ഞ എല്ലാ മരുന്നുകളും കഴിക്കുക, അതിനനുസരിച്ച് ഭേദമാവുക, അത്ര തന്നെ. നാച്ചുറോപ്പതി ആകുമ്പോൾ, ആയുർവേദം ആകുമ്പോൾ അത് വേറെ രീതിയിലും, നാച്ചുറോപ്പതി ആകുമ്പോൾ വേറെ രീതിയിലും. ഇതിൽ ഏതാണ് സത്യയോഗികൾ എടുക്കുക, ത്രേതായുഗികൾ എടുക്കുക, ദ്വാപരയുഗികൾ, കലിയുഗികൾ, ഇത്തരം ആൾക്കാരുണ്ട്. സത്യയോഗികൾ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട്, വളരെ നാച്ചുറലായിട്ട്, സയൻസ് തന്നെയാണ്. നാച്ചുറലായിട്ട് 100% പ്യൂറായിട്ടുള്ള സയൻസാണ്, ബോഡി സയൻസാണ്. അത് ആ രീതിയിൽ ഉപയോഗിക്കുന്ന ആരോ അതിൽ 9 ലക്ഷം പേര്, ആരോ അതിൽ 16,908 പേര്. അത് കുറച്ചും കൂടെ പ്യൂറായിരിക്കും. പ്യൂർ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒന്നും കൂടെ എല്ലാ ഭാഗവും ക്ലിയർ ആക്കും. അതിൽ 108 തന്നെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല. ഒരു ഏതൊരു സാഹചര്യത്തിലും എന്തിലായാലും അതിൽ സഹിക്കേണ്ട കാര്യമാണെങ്കിലും, ഉൾക്കൊള്ളേണ്ട കാര്യമാണെങ്കിലും, തിരിച്ചറിയേണ്ട കാര്യമാണെങ്കിലും, ഇതിലൊന്നും ഇനി വേറെ അങ്ങോട്ട് അപ്പീലില്ല. പിന്നെ അതിലിട്ട് ഒരാളോടും പരാതി ഉണ്ടാവില്ല. തലയിൽ ഇടുത്തി വീണാലും അവനവന്റെ കർമ്മം. അതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഭയങ്കരമാണ്. ബ്രഹ്മബാബയുടെ കറാച്ചിയിൽ ഞാൻ അഡ്വാൻസ്ഡ് കേൾക്കുമ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, കംപ്ലീറ്റ് ആയില്ല. അതിൽ ബ്രഹ്മബാബ കറാച്ചിയിൽ നിന്ന് തിരിക്കുന്ന ഒരു സമയം എന്തൊരു ഇത് വന്നല്ലോ, ബഗരി പാർട്ട്. അതിൽ 10-300 ആളുകൾ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ബഗരി പാർട്ട് വന്നപ്പോൾ കുറെ എന്നെ വിട്ടുപോയി. അങ്ങനെ 10-30 ആളിട്ടുണ്ടായിരുന്നുള്ളൂ അത്ര ആ സമയത്ത്. പിന്നെ ബഗരി പാർട്ടൊക്കെ ഏകദേശം തീർന്ന സമയത്താണ് ബാക്കിയുള്ളവർ തിരിച്ചു വന്നത്. ആ സമയത്ത് നിശ്ചിന്തമായിട്ടിരുന്നു ബ്രഹ്മബാബ. ഇന്ന് ആ ബ്രഹ്മകുമാരീസ് എവിടെ എത്തി നിൽക്കുന്നു? എത്ര കോടി രൂപയുടെ ആസ്തിയായി, എത്ര കുട്ടികൾ വന്നു. അതാണ് അതിന്റെ ഒരു റിയലിസ്റ്റിക് വരുന്നത്. പിന്നെ ബ്രഹ്മകുമാരീസ് വേറിട്ട് പോയ ഒരുപാട് പാർട്ടികൾ, ഓം മണ്ഡലി പാർട്ടി ആണെങ്കിലും, അഡ്വാൻസ്ഡ് പാർട്ടി ആണെങ്കിലും, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പാർട്ടികൾ, അതും അതിൻ്റെതായ രീതിയിൽ പ്രശോഭിച്ച് തന്നെ നിൽക്കണ്ടല്ലോ. 10 ആളാണെങ്കിൽ 10 ആള്, 100 ആളുള്ളവർക്ക് 100 ആള്. ഒറ്റയ്ക്ക് കൊണ്ട് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണ പാർട്ടി കേട്ടോ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇഷ്ടം. പിന്നെ ഈ കലിയുഗികള്, സത്യയുഗികള്, ദ്വാപരയുഗികള്, അപ്പൊ ഇതിലേക്കൊക്കെ വേണ്ട ഷൂട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിങ്. അപ്പൊ സത്യയുഗം എന്ന ആ ഒരവസ്ഥ വളർന്നു വരുന്ന സമയം, അതിലേക്ക് വേണ്ട പ്രാക്ടീസ് കൊടുക്കുന്ന സമയം, അതിലേക്ക് വേണ്ടവരെടുക്കുന്നത് 108 16,908 9 ലക്ഷം. 9 ലക്ഷമാണ് സ്റ്റാർട്ടിങ് ഉണ്ടാവുക ഈ ഭൂമിയിൽ. ഇപ്പൊ 900 കോടി എന്നൊക്കെ പലരും പറയുന്ന കണ്ടീഷനിൽ. അപ്പൊ ബാബ മുരളിയിൽ പറഞ്ഞിട്ടുള്ളത് 700-800 കോടി. എത്രയാവട്ടെ, കലിയുഗികൾ പറയുന്ന കണക്കായാലും ശരി, ബാബ പറയുന്ന കണക്കായാലും ശരി, അത് വലിയ വിഷയമുള്ള കേസ്. പക്ഷെ ഇത് ഭയങ്കര പ്രാധാന്യമാണ്. ആദ്യത്തെ 8 രത്നങ്ങൾ, പിന്നെ 108, പിന്നെ 16,908, പിന്നെ 9 ലക്ഷം. ഇത് ഭയങ്കര പ്രാധാന്യം. ബാക്കിയുള്ളത് വലിയ വിഷയമുള്ള കേസല്ല. ഈ 9 ലക്ഷം കഴിഞ്ഞിട്ട് പിന്നെ 33 കോടി, അത് പ്രാധാന്യം ഇല്ല. പക്ഷെ കുറച്ചും കൂടെ പ്രാധാന്യമാണ് ഈ 9 ലക്ഷം. അത് ആര്, എന്ത് എന്നുള്ള സ്വയത്തോട് ചോദിക്കും. ഞാനതിലുണ്ടായാലും ശരി, ഇത് കേൾക്കുന്നവരുണ്ടായാലും ശരി, പിന്നീട് എപ്പോഴേലും കേൾക്കുന്നവരുണ്ടായാലും ശരി, അവനവന് വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ സാഹചര്യം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? എന്താ പറയാ, നമ്മുടെ ആ സ്ഥിതി, അസുഖമാവട്ടെ, പ്രയാസങ്ങളാവട്ടെ, കടം,
അത് എല്ലാവർക്കും ഒരേപോലെ അല്ല വരും, പലർക്കും പല മാതിരി വരും. ചിലർക്ക് ജീവിത പ്രതിസന്ധികളിൽ നിന്ന് അസുഖങ്ങളായിട്ട് വരും, ചിലർക്ക് ജീവിത പ്രതിസന്ധികൾ പറഞ്ഞാല് വല്ല കടവും കളനികളും കാര്യങ്ങളായിട്ട് വരും, ചിലർക്ക് ജീവിത പ്രതിസന്ധികൾ പറഞ്ഞാല് ജോലിയുടെ പ്രയാസങ്ങള്, അത് ഇത് അങ്ങനെ പല രീതിയിൽ. ഇതിലൊക്കെ ഉണ്ടെങ്കിലും ആ ശിവബാബ, കണ്ണുകൊണ്ട് കാണാത്ത ആ ബാബ, ആത്മാവ്, കണ്ണുകൊണ്ട് കാണാത്ത ആത്മാവ് ഇത് വെച്ച്, ഈ ഒരു കാര്യം വെച്ചിട്ട്, ജ്ഞാനം വെച്ചിട്ട്, ജ്ഞാനം തന്നെ വെള്ളം, ജ്ഞാനം, ആ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട്, ജ്ഞാനമാകുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, അമൃതം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ പ്രതിസന്ധികളും അവനവന് ലഭിച്ചതാറ്റ. അവനവന് ലഭിച്ച പ്രതിസന്ധി എന്ന് പറഞ്ഞാല് അവനവന്റെ കർമ്മത്തിനനുസരിച്ച് ആ പ്രതിസന്ധികളായാലും ശരി, അതിന്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇതാണ് പ്രാക്ടിക്കൽ. ഞാന് മുഴപ്പിലങ്ങാടി ബീച്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുന്ന് ഒരു ചേച്ചീനെ കാണാനുണ്ടായി. അവിടെ ഇത് വണ്ടിയുടെ ടിക്കറ്റ് കവർ ചെയ്യുന്നു. അപ്പൊ അവരെന്നെ കണ്ടപ്പോ ആ ബ്രഹ്മകുമാരീസിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു. അങ്ങനെ ഒരു ഓം ശാന്തി ഒക്കെ പറഞ്ഞപ്പോ എന്നോട് ബ്രഹ്മകുമാരീസിന്റെ സെന്റർ അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞല്ലോ, തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട കാര്യം, പിന്നെ ഞാനാണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയ കാര്യങ്ങളിലേക്ക് വഴിയ കാര്യം ഞാൻ അവരോട് പറഞ്ഞു. ഓക്കെ പറഞ്ഞു, അവിടുന്ന് വരുന്നു. അപ്പൊ അവിടെ ഓരോരോ മേഖലയിലും നമ്മുടെ ആളുകളുണ്ട്, നമ്മുടെ ഓരോരുത്തരുണ്ട്. ഇനി ആവാനുള്ളവരുണ്ട്, ആയിത്തീരാനുള്ളവരുണ്ട്. 33 കോടി, 33 കോടി അല്ലട്ട പ്രാധാന്യം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നമ്പർ ഉണ്ടാവും, ഓരോരുത്തരിലൊരു നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് 8 ആയാലും ശരി, 33 കോടിയിലായാലും ശരി. പക്ഷെ ബാബ ഡ്രാമ മനസ്സിലാക്കി തന്നതിന്റെ ആധാരത്തില് നമ്മുടെ സാഹചര്യം ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ബാങ്കിലെ ക്രെഡിറ്റിന്റെ കാര്യങ്ങളായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ കോടതി വഴി കേസുകളും കൂട്ടങ്ങളും ആയിരിക്കാം. അപ്പൊ എന്തെന്ത് സാഹചര്യം വരുന്നു, അതാത് സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഏത് രീതിയിലുള്ള വൈബ്രേഷൻ, അവിടെ ഏത് രീതിയിൽ നമ്മൾ സങ്കല്പം ചെയ്യുന്നു. കാരണം ബാബ എല്ലാവരോടും ഓരോരുത്തരോട് വന്നിട്ട് ഓരോരുത്തരുടെ കഥയും അതില് ഇന്നതേ ചെയ്യാൻ പാടൂ എന്ന കാര്യം പറഞ്ഞിട്ടില്ല. എനിക്കൊരു കർമ്മമായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ മുഴപ്പിലങ്ങാട് ബീച്ചില് അവിടെ വണ്ടിക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അവര്, അത് കോൺട്രാക്ട് ആണോ ഗവൺമെന്റ് അണ്ടറിലാണോ എന്ന് എനിക്കറിയില്ല, അതിനെപ്പറ്റിയൊന്നും ഞാൻ ചോദിച്ചില്ല. എന്നാലും അവരൊരുപാട് പ്രതിസന്ധികൾ ആ ഒരു വർക്കിൽ ചിലപ്പോൾ നേരിടുന്നുണ്ടാവും. ചിലർ നല്ല രീതിയിൽ അനുസരിച്ച് വണ്ടി ഇവിടേക്ക് ഇറക്കും, മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് ഇറക്കും. ചിലർ തീരെ അനുസരിക്കില്ല, ചിലർ പൈസ തരാൻ ബുദ്ധിമുട്ടും, ചിലർ പൈസ കറക്റ്റായിട്ട് തരും. അങ്ങനെ പല പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ടാവും. പിന്നെ പല രീതിയിൽ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് കടലിലേക്ക് ഇറക്കാൻ പാടില്ല വണ്ടി, കടലിന്റെ കടപ്പുറത്തൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വരുമ്പോ തന്നെ കടലിലേക്ക് ഇറക്കിയിട്ടൊരു വണ്ടി ഉണ്ട്, ടയറ് താന്നിട്ട് വണ്ടി എടുക്കാൻ പ്രയാസമാണ്. പിന്നെ അവരിങ്ങനെ എടുത്തു കിട്ടാം. നല്ല രസമാണ്, നല്ലൊരു അനുഭവമാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി മുഴപ്പിലങ്ങാട് ബീച്ച്, ഡ്രൈവിൻ ബീച്ച്, അതിന്റെ വീഡിയോ ചെയ്യൂട്ടോ, നന്നായിട്ട് ചെയ്യും. കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചെയ്തു തരും. പിന്നെ ഡ്രൈവിൻ ബീച്ചിന്റെ ഒരനുഭവം നല്ല അനുഭവമാണ്. ഞാൻ 2ാമത്തെ തവണയാണ് ഇപ്പൊ അവിടെ പോകുന്നത്. പക്ഷെ 2 തവണയും ഉച്ചക്കാ പോയത്, 3 തവണ വൈകുന്നേരം പോകും. ഭയങ്കര ഒരു അത്ഭുതം തന്നെ. കാരണം നമ്മള് മറ്റേതൊരു സ്ഥലങ്ങളില് വണ്ടി മണലില് ഓടിക്കാൻ പറ്റും, ഇവിടെ നിന്നാല് മണല് ആ രീതിയിൽ സെറ്റായിരിക്കണം. അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളും കാര്യങ്ങളൊക്കെ ആ മണലിന്റെയും ആ കടലിന്റെയും ആ ഒരു സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സയൻസ് പറയുന്നുണ്ട്. അങ്ങനെ അത്ഭുതം തന്നെയാണ്, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ അത്ഭുതം നമ്മുടെ ശരീരം തന്നെ.
നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഓരോരോ പാർട്ടുകളും ശരിക്കും സ്പോഞ്ച് പോലെ തന്നെയാണ്. അതാത് പാർട്ടുകളിൽ എന്തൊക്കെ നടക്കുന്നു ഏതൊക്കെ നടക്കുന്നെന്ന് നമുക്ക് ഒരു ജന്മം ഉണ്ടെങ്കിൽ പഠിച്ചാൽ തീരൂല. അത് പ്രാക്ടിക്കലാക്കിയിട്ട് മനസ്സിലാക്കാൻ മുന്നോട്ട് പോകും. അപ്പൊ ശരീരത്തിനെ പറ്റി കൂടുതൽ പഠിക്കണ്ടെന്നല്ല, പഠിക്കാതിരിക്കണമെന്നല്ല, എന്നാ അതിനെ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ യോഗത്തിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. യോഗം ചെയ്യലൊരു പ്രധാനമാണ് ബ്രഹ്മകുമാരീസിലുള്ളവരെ സംബന്ധിച്ച്. നോർമലി ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ യോഗം ചെയ്യുന്നതിനേക്കാളും പ്രാധാന്യമാണ് ജീവിതം സുഖകരമായി കവർ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഒട്ടേറെ ആളുകൾ അറ്റാക്ക് വന്ന് മരണപ്പെടുന്നു, ക്യാൻസർ വന്ന് മരണപ്പെടുന്നു, കിഡ്നി പേഷ്യൻ്റ് ആവുന്നു, ലിവർ പേഷ്യൻ്റ് ആവുന്നു, കൈയും കാലും ഒടിയുന്നു. ഇതൊക്കെ ഓരോരോ പ്രതിസന്ധികളാണ്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ ആർക്കും വരാം, എനിക്കും വരാം, പിന്നെ ആർക്കും വരാം. കാരണം ശനിയുടെ അപഹാരം, ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗ്രഹമാണ്. അതിന്റെ അപഹാരം എന്ന് പറഞ്ഞാൽ അത് റിയലിസ്റ്റിക് ആണ്. എന്താണ് ആ നക്ഷത്രവുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പൊ ഞാനൊരു നക്ഷത്രത്തിന്റെ ഇതിലാണ്, സാന്നിധ്യത്തിലാണ് മുന്നോട്ട് ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് നടക്കുന്നത്. അപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പറയാം, ഇന്ന നക്ഷത്രം, ഇന്ന നക്ഷത്രത്തിന് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പല അപഹാരങ്ങളുണ്ട്, പിന്നെ അങ്ങോട്ട് രാജയോഗമാണ്, പിന്നെ അങ്ങോട്ട് അതാണ് ഇതാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുന്ന കുറെ കാര്യങ്ങളാണ്, റിയലിസ്റ്റിക് ആണ്. പക്ഷെ എന്തൊക്കെയായാലും അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല രാജയോഗിയാണ്, നല്ല പവർഫുൾ ആണ്. പക്ഷെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരത്തിന്റെ സുഖകരമായ അവസ്ഥ വേണം. ഏതൊരു അറേബ്യയിലോ ഉള്ള ഏതൊരു രാജകുമാരന്റെ ഒരു വീഡിയോ കാണാണ്ടായി. അതിലെങ്ങനെ വെച്ചാൽ കോടീശ്വരനായ രാജകുമാരൻ, പക്ഷെ കോമ സ്റ്റേജിലാണ്. എത്ര കോടി വേണമെങ്കിലും ചെലവഴിക്കാൻ രാജാവ് തയ്യാറാണ്. അത് അവിടെ ചികിത്സ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബട്ട് കോമയാണ്. ഇപ്പൊ റെഡിയായതറിയില്ല, ഞാൻ കുറെ മുന്നേ കണ്ടതാണ്. ആ രാജകുമാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോന്ന് എനിക്കറിയില്ല, കുറെ മുമ്പ് ഒരു വീഡിയോ കണ്ടതാണ്. അപ്പൊ എന്താ, കോടികൾ ഉണ്ടായിട്ട് എന്താ കാര്യം? ശരീരം സംസാരിക്കാനും കാണാനും നടക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും സാധിക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ നന്ദി. നമുക്ക് ഈശ്വരനോട് പറയാനുള്ള ഏറ്റവും വലിയ നന്ദി അതല്ലേ. 1-2 ദിവസം അസുഖം വന്നോട്ടെ, എന്താ കുഴപ്പം? ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് പൊക്കോട്ടെ, കർമ്മക്കണക്കൊക്കെ തീരണ്ടേ. അങ്ങനെ എനിക്കുള്ള കർമ്മക്കണക്ക് ഞാനിതാ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പൊ ശരിയുടെ ആഹാരം അനുഭവിച്ചു 2 ദിവസം. ശനി മാത്രല്ല കേട്ടോ, ബുധനും ശുക്രനും എല്ലാം ഉണ്ട്. പിന്നെ നക്ഷത്രങ്ങള് പല രീതിയിലാണ്. നക്ഷത്രങ്ങളുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇതൊക്കെ സത്യം പറഞ്ഞാല് ബ്രഹ്മകുമാരീസില് ജ്ഞാനം കിട്ടി, നാളെ മറ്റന്നാള് ബാബ വിളിച്ച അപ്പം റെഡി ആയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ഇവിടുത്തെ എല്ലാ കാര്യം ക്ലിയർ ആക്കണം. പോവുകയൊക്കെ ചെയ്യാം, പോവാൻ പറ്റായൊന്നുമില്ല. പക്ഷെ അടുത്ത ജന്മം വീണ്ടും വന്ന് അതിലെന്തൊക്കെയാണോ ക്ലിയർ ആക്കാൻ നമുക്ക് ബാബ അവസരം തന്നിരുന്നു, അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ വീണ്ടും കിട്ടും. ഇപ്പൊ അമ്മ എന്താണോ ചെയ്യുന്നത് ഈ ജന്മത്തില്, ബാബ ഇപ്പൊ സമ്പൂർണമായിട്ട് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത്. ഇനി ഇപ്പൊ നമ്മുടെ അഡ്വാൻസില് വീരേന്ദ്ര ബാബ, അവർക്ക് ഒരു പ്രതിസന്ധി വന്നു, അവര് എന്താണോ ചെയ്യുന്നത് അത് അവര് ചെയ്യണം. ഇനിയിപ്പോ പാർവതിയുടെ പാർട്ട് അടുക്കുന്ന അഡ്വാൻസിന്റെ തന്നെ വേറൊരു തലം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, അവരത് ചെയ്യേണ്ടത് അവര് ചെയ്യണം. ഓരോരുത്തരുടെ പാർട്ട് വ്യത്യസ്തമാണ്. അപ്പൊ ഓരോരുത്തർക്കും പറയാനുള്ളതും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തർക്കും
അഭിനയിക്കാനുള്ളത് വ്യത്യസ്തമായിരിക്കും. അത് ഉൾക്കൊണ്ട് പോവുക. നമ്മുടെ നെഞ്ഞത്തേക്ക് ആരെങ്കിലും വരേണ്ടതുണ്ടെങ്കിൽ അത് കറക്റ്റ് നെഞ്ഞത്തേക്ക് തന്നെ വരും ചെയ്യും. എനിക്ക് ഇപ്പോ കുറെ പ്രതിസന്ധികൾ നേരിട്ടില്ലേ, അത് ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഏതോ ജന്മത്തിൽ ചെയ്തു വെച്ച, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഫലം അത് അനുഭവിക്കേണ്ടതാണ്. ഈ നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് ഈ നമ്മുടെ കൂടെ വന്ന് സഹധർമ്മിണിയിലൂടെ ഒരു രോണ പറഞ്ഞപ്പോ ആദ്യം ഭയങ്കരമായിട്ട് എതിർത്തു എന്റെ പെണ്ണു. പിന്നെ പതുക്കെ കുറച്ചൊക്കെ ആള് അതിനൊന്ന് ഫോളോ അപ്പ് ചെയ്തു. അതിന്റെ ഗുണമായാലും ദോഷമായാലും എന്തായാലും ആള് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അത് ആളുടെ പാർട്ട്. കോടതിയും കാര്യങ്ങളായിട്ട് എത്രത്തോളം കളവാണ് പറയുമോ അത് പറയട്ടെ. നമ്മള് നമ്മുടേതായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്ത് ആ ഒരു ഭാഗം മുന്നോട്ട് പോകണം. അസുഖങ്ങൾ പോകുന്നു, അസുഖം അതിൻ്റെതായ രീതിയിൽ നാച്ചുറലായിട്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം. ബ്രഹ്മകുമാരീസ് എന്ന ഒരു ചെറിയൊരു പാർട്ട് ഉണ്ടായി നേരിട്ടു, അത് ആ ഭാഗത്ത് നടക്കുന്നു, അത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഏതൊക്കെ മേഖലയിലാണ്? സേവനം തന്നെയല്ലേ, സേവനം, ജ്ഞാനം, യോഗം, ധാരണ, സേവനം. അത് ഏതൊക്കെ മേഖലയിലാണോ ഉള്ളത് അവിടങ്ങളിൽ ഞാൻ പോയിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ടോ അത് ഞാൻ ചെയ്യണം. അങ്ങനെ ലോകം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഭൂമിക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ഭൂമി ചെയ്യണം. സൂര്യൻ എന്താണോ ചെയ്യാനുള്ളത് അത് സൂര്യൻ ചെയ്യണം. ശനിക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ശനി ചെയ്യണം. ചന്ദ്രൻ എന്താണോ ചെയ്യാനുള്ളത് ചന്ദ്രൻ ചെയ്യണം. പിന്നെ ഏതെല്ലാം നക്ഷത്രങ്ങള് ഏതെല്ലാം രീതിയിൽ സാകാര ലോകത്തുണ്ടോ അതിനൊക്കെ സത്യയോഗത്തിലേക്ക് വരുമ്പോ ഏത് സ്ഥാനാണ്, എങ്ങനെയാണ് അതിന്റെ പാർട്ട്, അതാത് നക്ഷത്രങ്ങൾ ചെയ്യണം. അങ്ങനെ കുറെ നോക്കണം. ശരിക്കും അത്ഭുതം തന്നെയാണ്. പക്ഷെ ഒക്കെ ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. നമ്മൾ എത്രത്തോളം പവർഫുൾ ചിന്തകളാണോ അതിനനുസരിച്ച് ലോകം വിനാശാവുകയും ചെയ്യും, പുതിയ ലോകം ആരംഭിക്കുകയും ചെയ്യും. പുതിയ ലോകം ആരംഭിക്കാൻ വേണ്ടി ഉള്ള വിനാശം എത്രയോ കൽപ്പങ്ങൾ അത് വന്നതാണ്, നടന്നതാണ്, വീണ്ടും നടക്കുക തന്നെ ചെയ്യും. അപ്പൊ എന്റെ ഈ പണി കാളിയതൊക്കെ കൂടെ വലിയൊരു കഥയായി മാറി. കയ്യിന്റെ കാണുന്നുണ്ടാവും പണി. ഒരു മരുന്നും ഉപയോഗിച്ചില്ല കേട്ടോ, വലിയ വെളിച്ചൊന്നുമില്ലല്ലോ. 3-4 ദിവസമല്ലേ, അതങ്ങനെ ഉണങ്ങിപ്പോയി. നമ്മുടെ ബോഡി അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതം. ജസ്റ്റ് മിറാക്കിൾ. പല അസുഖങ്ങളും വരും കർമ്മത്തിന്റെ ഗതിക്കനുസരിച്ച്. സത്യയോഗികൾ കറക്റ്റായിട്ട് അത് ആ സയൻസ് ഉപയോഗിച്ച് തന്നെ, നാച്ചുറൽ സയൻസ് ഉപയോഗിച്ച് തന്നെ ഇതിനെ ക്ലിയർ ആക്കും. ഇനി സത്യയോഗികൾക്ക് ചെയ്യാനുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് സത്യയോഗി 9 ലക്ഷത്തിലുള്ളവര് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലൊക്കെ ആയിട്ട് സത്യയോഗി 9 ലക്ഷത്തിലുള്ളവരിട്ടാ. ബാക്കിയുള്ളവർ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാലബ്ധം അനുഭവിക്കും. പക്ഷെ അവര് ത്രേതായുഗത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു വയ്ക്കണം. സത്യയുഗത്തിൽ എന്ന് പറഞ്ഞാല് 9 ലക്ഷം വരുന്നുള്ളൂ അവർക്ക്. ആ 9 ലക്ഷം പേർക്ക് വേണ്ട കാര്യങ്ങളെ കൊടുക്കുന്നുള്ളൂ. ത്രേതായുഗത്തിൽ എന്ന് പറഞ്ഞാല് ലാസ്റ്റില് 33 കോടി പേരാണ്. അപ്പൊ 33 കോടി അവസാനം വരുന്നവരില് 33 ത്രേതായുഗത്തിന്റെ ഒരു 33 കോടിയുടെ ആ ഒരു ബാച്ചിന്റെ മുന്നത്തെ ജന്മത്തിലുള്ളവർക്ക് അവസാനം കോടിക്കണക്കിന് ആളുകൾക്ക് സേവനം ചെയ്യേണ്ട, അതായത് അവസാനത്തെ രാജാവ് 16,108 അപ്പൊ അവസാനത്തെ രാജാവ് ആ അവസാനത്തെ ആ ഒരു റോയ്ക്ക് വേണ്ടിയിട്ട് ആ റോ അതിന് വേണ്ടിയിട്ടുള്ള സേവനം ഗംഭീരമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതെല്ലാം രീതിയിൽ വേണ്ടി വരും അവര് ചെയ്യും. പിന്നെ അവർക്ക് സത്യത്തിലേക്കുള്ള ആ 9 ലക്ഷത്തിൽ അവരും വരുന്നുണ്ടല്ലോ, 16,108 അവരും അത് ചെയ്യും. അതിന് മിറാക്കിൾ വളരെ സാവധാനം ഓരോരുത്തരായിട്ട് അവരവരുടെ ഷോ ചെയ്യുക തന്നെ ചെയ്യും.
എല്ലാവർക്കും കർമ്മത്തിന്റെ കണക്ക്, കർമ്മത്തിന്റെ ഗുഹ്യഗതി മനസ്സിലാക്കുക തന്നെയാണ്. അനുഭവം ആണ് ഏറ്റവും വലിയ ഗുരു. ബാബ ടീച്ചറാണ്, അച്ഛനാണ്, സദ്ഗുരുവാണ്. ബാബ കൂടെ ഉണ്ട്, ഓരോരുത്തരുടെ കൂടെ ഉണ്ട്. ഏതേത് പാർട്ട് ഓരോരുത്തർക്കുണ്ടോ അത് വളരെ മംഗളകരമായിട്ട് അഭിനയിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് റിയലിസ്റ്റിക് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാതിരിക്കുക. റിയൽ ആണെന്ന് ചിന്തിച്ച് മുന്നോട്ട് ഉള്ളിലേക്ക് പോവാതിരിക്കുക. ഒരു ഡ്രാമ പാർട്ട്. ബാബ പല മുരളിയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പർവ്വതം മാറിപ്പോവില്ലല്ലോ. നമ്മൾ പർവ്വതം ചുറ്റേണ്ട സമയത്ത് പർവ്വതം ചുറ്റണം. ഇപ്പൊ ഈ അസുഖം മാറിപ്പോവില്ല. എനിക്കൊരു അസുഖം വന്നു, അസുഖം മാറും. പക്ഷെ ആ അസുഖം വന്ന സമയം തൊട്ടിട്ട് അത് മാറുന്ന വരെയുള്ള സമയത്തെ കാര്യങ്ങൾ മൊത്തം ഞാൻ അനുഭവിക്കണ്ട. അത് ഞാൻ അനുഭവിച്ചു. അതിനിപ്പോ എന്താ ആ സമയത്ത് ബാബാ എനിക്കെന്താ ഇങ്ങനെ അസുഖം വന്നു, എനിക്കെന്താ അങ്ങനെ അസുഖം വന്നു, അങ്ങനെ പറയരുത്. അത് വന്നത് ഒരാൾക്ക് നന്നായി. അപ്പൊ എന്റെ കുറെ കർമ്മത്തിന്റെ കണക്ക് തീർന്നു. എന്റെ കൈ മുറിഞ്ഞല്ലോ ബാബാ, അയ്യോ ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം ഓർമ്മിക്കുന്നു. എന്റെ കൈ എന്തേ മുറിച്ചത് എന്ന് പറയരുത്. നമ്മള് ആ സമയത്ത് കിട്ടിയതില് വളരെ സമ്പൂർണ്ണ നിർവികാരിയായിട്ടോ നിരാകാരിയായിട്ടോ നിരഹങ്കാരിയായിട്ടോ അതിനെ സ്വീകരിക്കുക. എന്നിട്ട് വേണ്ട രീതിയിലുള്ള അടുത്ത ശ്രദ്ധ മുന്നോട്ട് വയ്ക്കുക. ആ സമയം റെസ്റ്റ് എടുക്കേണ്ടി വരും, റെസ്റ്റ് എടുക്കണം. പലരുടെയും സാമ്പത്തിക സ്ഥിതി പല രീതിയിലായിരിക്കും. ഓടുന്നതിന്റെ ഇടയ്ക്കായിരിക്കും എന്തെങ്കിലും പറ്റുന്നുണ്ടാവുക. ഓട്ടത്തിനിടയ്ക്ക് ജീവിതത്തിലെ പ്രതിസന്ധികൾ പല രീതിയിൽ വന്നേക്കാം. ഇപ്പൊ കൊറേയൊക്കെ ആൾക്കാരെ കമന്റ് ഒന്നും കാണാനില്ല കേട്ടോ. എന്ത് പറ്റിയോ എന്തോ. പോട്ടെ, നല്ലതായാലും ചീത്തയായാലും ഇടയ്ക്കൊക്കെ കമന്റ് ഒക്കെ ഇട്ടാലല്ലോ മനുഷ്യന്മാരെ നിങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നതാണ്. കമന്റ് ഇട്ടിട്ടില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. വ്യൂവേഴ്സ് എന്തായാലും 5ൽ കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്. ഞാന് അഡ്വാൻസ്ഡ് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതില് അതന്നെ വലിയ കാര്യം. ഇത് അഡ്വാൻസിൽ കയറ്റുന്നില്ല. ഇത് പണിവാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതില് കയറ്റാം. അങ്ങനെ നമ്മുടെ ജീവിതം, ഓരോരുത്തരുടെ ജീവിതം ഓരോ മിറാക്കിളാണ്. പക്ഷെ കണക്റ്റഡ് ആണ്. ഓരോരുത്തരുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോ പ്രയാഗ്രാജില് ഒരു മഹാകുംഭമേള നടക്കുന്നു. സന്യാസിമാര് വരുന്നു. അവിടെ വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും അവിടെ ഗവൺമെന്റ് ചെയ്തെടുക്കുന്നു. പിന്നെ നമ്മുടെ വഖഫ് ബോർഡിന്റെ നിയമ ഭേദഗതി നടത്തുന്നു. കണക്റ്റഡ് ആണ്. ഞാനപ്പോ അത് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്കും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതും കണക്റ്റഡ് ആണ്. എല്ലാം കണക്റ്റഡ് ആണ്. ബ്രഹ്മബാബ സമ്പൂർണ്ണമായിട്ട് മുകളിലിരുന്ന് സേവനം ചെയ്യുന്നു. കണക്റ്റഡ് ആണ്. ശിവബാബയും കണക്റ്റഡ് ആണ്. ശിവബാബ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ വിളിച്ചാ വിളിപ്പുറത്താ. വിളിക്കേണ്ട രീതിയിൽ വിളിക്കണം, അറിയേണ്ട രീതിയിൽ അറിഞ്ഞ്, ചെയ്യേണ്ട രീതിയിൽ ചെയ്ത്, വിളിക്കേണ്ട രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃഷ്ണമണി പോലെ നമ്മുടെ കണ്ണില് നമുക്ക് എത്ര പ്രാധാന്യമുണ്ട് കൃഷ്ണമണി, അതേപോലെ ബാബ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു സംശയം വേണ്ട, അനുഭവമാണ്. പക്ഷെ എങ്ങനെ വരും എന്നുള്ളത് അത് മനസ്സിലാക്കണം ഓരോരോ രീതിയിൽ. അതായത് ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവും, കർമ്മത്തിന്റെ കണക്കാണ്. ശാരീരിക പ്രതിസന്ധികൾ ഉണ്ടാവും, കർമ്മത്തിന്റെ കണക്കാണ്. മാനസിക പ്രതിസന്ധികൾ ഉണ്ടാവും, കർമ്മത്തിന്റെ കണക്കാണ്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് മാറ്റണമെങ്കിൽ അത് അങ്ങനെ തന്നെ മാറ്റിപ്പോണം. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരാരുമില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പൊ ഈ പറഞ്ഞ എന്താ പറയാ ബ്രഹ്മകുമാരീസിൽ 15, 20, 50, 40, 70 വർഷങ്ങളായിട്ടിരിക്കുന്നവരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തോണ്ടല്ലേ ജന്മം അനുഭവിക്കേണ്ടി വരുന്നത്. ഇന്ന് ആർക്കാണ് നല്ല വിഷപദാർത്ഥങ്ങളില്ലാത്ത ഭക്ഷണം കിട്ടുക? ബ്രഹ്മകുമാരീസിലുള്ളവർക്ക് കിട്ടുമോ? സാധാരണക്കാർക്ക് കിട്ടുമോ? ആർക്കും ഇല്ല. എല്ലായിടത്തും മായം തന്നെയാണ്.
പക്ഷെ ഒരു പൊടി വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർ ചെയ്യുക. നമ്മുടെ കുഞ്ഞികൃഷ്ണനും രാധയും അവതരിച്ച് 9 ലക്ഷം പേരുമായിട്ട് സത്യമൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് റിയൽ സയൻസ് ഉപയോഗിച്ച് ഇത്രത്തോളം സ്പീഡിൽ ചെയ്യാനായിട്ട് നമുക്ക് അവസരം കിട്ടും. അപ്പൊ അത് ചെയ്യാം. ആദ്യം തൽക്കാലം ഭയങ്കര സ്പീഡിൽ വേണ്ടെങ്കിലും കുറച്ചെങ്കിലും ചെയ്യാം. ഞാൻ ഈ മരങ്ങളൊക്കെ വെട്ടി വീട്ടിലിട്ട. അപ്പൊ നമുക്ക് ആകെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. എനിക്കിപ്പോ പുറത്തു പോയിട്ട് കൃഷി ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉത്തർപ്രദേശത്തില് ഞങ്ങളെ സ്വർഗം ഇവിടെയായിരുന്നു, ഞങ്ങളൊക്കെ ഒഴിഞ്ഞു തരണം, ഞങ്ങൾ വീണ്ടും ഇവിടെ സ്വർഗം സ്ഥാപിക്കട്ടെ എന്ന് പറഞ്ഞാല് അവിടുന്ന് നല്ല ചൂരിലെടുത്തിട്ട് യോഗി ആദിത്യനാഥ് നമ്മളെ ഇടിച്ചോടിക്കും. തൽക്കാലം അത് വേണ്ട. ആദ്യം അവനവന്റെ വീടിന്റെ ചുറ്റിലും അവനവന് കഴിക്കാൻ വേണ്ടിയിട്ട് വിഷമൊന്നുമില്ലാത്ത ഓരോന്ന് കുറേശ്ശെ ഉണ്ടാക്കുക. അത് കഴിക്കുക. അത് കഴിച്ച് നമ്മുടെ ബോഡിയിലെ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കുക. വെള്ളം എത്രത്തോളം ശുദ്ധമാണ്. ആ ശുദ്ധമായിട്ടില്ലെങ്കിൽ അതിനെ ശുദ്ധമാക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. സയൻസ് ഉപയോഗിക്കണം. സയൻസിന്റെ സാഹചര്യങ്ങൾ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ വെള്ളം എങ്ങനെ ശുദ്ധമാക്കാം, നമ്മുടെ ചുറ്റിലുള്ള അന്തരീക്ഷം എങ്ങനെ ശുദ്ധമാക്കാം, നമ്മുടെ ചുറ്റിലുള്ള കൃഷി എത്രത്തോളം ശുദ്ധമാക്കാം. ഇതാണ് പവിത്രത. അല്ലാതെ പവിത്രത എന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചിട്ടുള്ള ഒരു പ്രത്യേക ലൈറ്റ് മാത്രല്ല. ഇതാണ് ലൈറ്റ്. ആ ലൈറ്റ് നമുക്ക് എത്രത്തോളം ബുദ്ധി ക്ലാരിറ്റി ആവുന്നു, അതാണ് ലൈറ്റ്. പിന്നെ സത്യം. മുഹമ്മദ് മറ്റേ റെക്കോർഡ് ചെയ്ത സാധനം വിടും, എന്നിട്ട് ലൈവ് ആണെന്ന് പറയും. അത് സത്യമല്ല. റെക്കോർഡാണെങ്കിൽ റെക്കോർഡ്. ഞാൻ ഒന്നും ലൈവാന്ന് പറഞ്ഞുവിടുന്നില്ലല്ലോ. ഒക്കെ റെക്കോർഡാണ്. എപ്പോഴേലും ലൈവിൽ വരാന്നുണ്ടെങ്കിൽ ഞാൻ ലൈവിൽ വരാന്ന്. എന്റെ ഒരു ടീമൊക്കെ ആവട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ ഈ 10 ആൾക്ക് വേണ്ടിട്ട് ഞാനും തന്നെ ലൈവിൽ വരുന്നു. അപ്പം നമ്മളെല്ലാവരും സത്യയുഗികളായാലും ശരി, ത്രേതായുഗികളായാലും ശരി, ദ്വാപരയുഗികളായാലും ശരി, കലിയുഗികളായാലും ശരി, ഓരോരുത്തർ എന്ത് ചെയ്യുന്നു അതങ്ങനെ ചെയ്തോളൂട്ടാ. ഞാനിപ്പോ തൽക്കാലം ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുക്കട്ടെ, അതൊന്നും മാറ്റട്ടെ. എന്നിട്ട് നാളെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും വേണ്ടത് പറയും. ഇതിലിപ്പോ അഡ്വാൻസ്ഡ് ഉണ്ട്. എന്നിരുന്നാലും ഞാനിത് നമ്പർ മാറ്റി പറയുന്നു. 32 മിനിറ്റ് 30 മിനിറ്റിന്റെ മേലൊക്കെ. അപ്പൊ പണിപാളിയിൽ തന്നെ ഇടാം. അല്ലേ വേറെ ഏതെങ്കിലും നോക്കട്ടെ യൂട്യൂബിൽ. ഓക്കെ.